എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇന്ന് ഞാൻ സമ്മാനം നൽകാൻ തീരുമാനിച്ചു. സമ്മാനം പെരുമഴ. പെരുമഴ. അപ്പൊ ഈ ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാന്നുള്ളത് അതിന്റെ അകത്ത് എന്നാന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷെ ആ കിട്ടുന്ന ഒബ്ജക്റ്റ് എന്താണോ അത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ആ ഒബ്ജക്റ്റ് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പ്രൊപ്പോസ് ചെയ്യാം. എനിക്ക് ഗിഫ്റ്റ് വീട്ടിൽ പ്രൊപ്പോസ് ചെയ്തിട്ട് കൊണ്ടുപോകും. ആദ്യം പ്രമാണിയെ തന്നെ വിളിക്കാം. കാരണം എന്നാ ഗിഫ്റ്റ് വീട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാരും ഇവിടെ ഇത്രയും ബോക്സുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഉള്ളി തക്കാളി ഇഷ്ടമുള്ള ബോക്സ് സെലക്ട് ചെയ്തോ ആദ്യം. ഓക്കെ, ചേച്ചി ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാ, അല്ല ആദ്യം ഞങ്ങൾ എന്തൊന്നും നോക്കട്ടെ. ഭയങ്കര സസ്പെൻസ് അല്ലേ? മൂക്കുപൊടി വല്ലതാണോ? പ്രിയ സുഹൃത്തുക്കളെ, ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. സന്തോഷായില്ലേ മോളെ? ബാ, ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഇത് ആരെയാണ് പ്രൊപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സാധനം കൊണ്ട്? അഖിൽ. ബാ അഖിൽ, ഇനി എല്ലാരും മാർക്കറ്റ് അഖിൽ വരട്ടെ. ഭയങ്കര ഒരു സസ്പെൻസ്. ഓ മൈ ഗോഡ്, ഞാൻ അവിടെ നിന്ന് കണ്ടോട്ടെ. അഖിൽ മൈ ഡിയർ, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും. എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ തരുന്ന സാധനം യൂസ് ചെയ്തിട്ട് കൈ കഴുകി മുഖം കഴുകി എല്ലാം കഴുകി മോനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഹാൻഡ് വാഷ്, ബോഡി വാഷ് ഫോർ യു. ഫോർ ഓൾ യുവർ ഡിഫിക്കൽട്ടീസ് ഞാൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതെ ചേച്ചി, 3 നേരം കുളിക്കും. ഇത് വെച്ചോ? ഇഷ്ടപ്പെട്ടോ? ചേച്ചി അതല്ല കൈ ഇത്. ഓ 3 നേരം അല്ല, നീ ഗിഫ്റ്റ് അല്ല സ്വീകരിക്കണം, ആ പ്രൊപ്പോസൽ സ്വീകരിച്ചോ? പ്രൊപ്പോസൽ സ്വീകരിച്ചു. യെസ് പറ. എന്തിനാ അടുത്ത നമുക്കൊന്ന് അഖിലിനെ കൊണ്ടായാലോ? ഏതാ വേണ്ടേ? വലുത് നോക്കി ഇതാണോ? സാധനം കണ്ടിട്ട് ആർക്കാണ് സാധ്യത? ചേരുന്നത് സത്യം. ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉള്ള പെണ്ണാട്ടോ. ഈ കത്തി കണ്ടപ്പോ എനിക്ക് ഏറ്റവും ആദ്യം മനസ്സിൽ വന്ന മുഖം നിന്റെയാണ്. കാരണം നിന്റെ അത്ര വലിയൊരു കത്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാക്കത്തി ഞാനാണെന്ന് നീ കരുതണം. എന്നും തലയുടെ അടിയിൽ ഇത് വെച്ചിടന്നുറങ്ങണം. അഥവാ നിന്നെ ആരെങ്കിലും ശല്യപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാൻ വന്നാൽ ഇതെടുത്ത് വെട്ടണം. എന്നിട്ട് ഒറ്റയ്ക്ക് കേസ് പറയണം. പ്രൊപ്പോസ് ചെയ്തോളൂ. ഇത് ഇത്രയും വൃത്തിയായിട്ട് പ്രൊപ്പോസ് എന്റെ ജീവിതത്തിൽ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. വിൽ യു ബി മൈ കത്തി? മുട്ടില് നിക്കണം. വിൽ യു ബി മൈ കത്തി ടു മൈ ലൈഫ്? കത്തിവേ വിറ്റിട്ട് വരുമൊന്നുമല്ലല്ലോ. കത്തിയല്ല വിൽക്കേണ്ടത്, നിന്റെ പ്രണയമാണ് എന്നിൽ വിൽക്കേണ്ടത്. വിൽ യു ബി മൈ കത്തി വെട്ടാത്തി. നമുക്ക് കോട്ടയംകാർക്ക് വെട്ടുന്ന മുറി രണ്ടെന്നാണ്. ഒരു മുറി മതി. നിങ്ങൾ ഒരു മുറിയിലാണോ? ഞങ്ങൾ ഒരു മുറിയിലായിരിക്കും. ആരാണ് അടുത്ത് വരാൻ പോകുന്നത്? നിങ്ങള് വലിയ ബോക്സില് ചെറിയ സാധനം ഒളിപ്പിച്ച് പറ്റിക്കും. അപ്പൊ ഞാൻ ഏറ്റവും ചെറിയ ബോക്സ് എടുക്കും. എന്നാലും നിനക്ക് ആരെയാണ് പ്രൊപ്പോസ് ചെയ്യാൻ താല്പര്യം എന്ന് പറയാം. എനിക്ക് ഡയാനയുടെ ഒരു ക്രഷ് ഉണ്ട്. അപ്പൊ ഈ സാധനം ഡയാനയ്ക്ക് എന്നെ കൊടുത്ത് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോക്കട്ടെ, സാധനം അനുസരിച്ച് ചിലപ്പോ മാറുവേ. കൈയിടല്ലേ? അതിനിപ്പോ ഇത് സേഫ് അല്ലേ? എങ്ങനെ അറിഞ്ഞു ഓക്ക് തന്നെ കൊടുക്കണോന്ന്? ജോക്കല്ലേ കൊടുക്കുന്നേ? ഇരിക്കാൻ പറ്റൂല. ഞാൻ ഒരുപാട് നാളായിട്ട് നീ എന്റെ മനസ്സിലൊരു ചട്ടുകം പോലെ നിൽക്കാണ്. ഒരുപാട് ദോശ കരിഞ്ഞാലും നമ്മൾ മറിച്ചിട്ടിട്ട് ആ ദോശനെ സേഫ് ചെയ്യാറില്ലേ? അതുകൊണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് എനിക്കറിയാം. എന്നാലും അമീനെ ഇങ്ങനെ മീന് പോലെ മറിച്ചിട്ട് നീ എന്റെ ജീവിതത്തിലേക്ക് വരും. ഐ ലവ് യു. ഞാൻ സൈഡിൽ നിർത്തിക്കോളാം. രാഹുലിന് വേറെ കമ്പനി ഉണ്ട്. അമീൻ ഇതറിഞ്ഞ അറിയില്ല. ഞാൻ എത്ര ഇതുപോലെ ഹാൻഡിൽ ചെയ്തു. അമീൻ ഇതറിഞ്ഞാൽ ആ മീൻ നമുക്ക് വാഴയില വെച്ച് പൊള്ളിക്കാതെ അതിനല്ലേ ചട്ടുകം. കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ ലാസ്റ്റ് സീൻ കൊള്ളാം.
അടിപൊളിയാണ്. അടുത്ത വരട്ടെ. ഇനി ഇവള് നോബി നോബി ചേട്ടൻ. ആ, ആണോ? നോബി ചേട്ടൻ, നോബി ചേട്ടൻ. നോബിച്ചേട്ടൻ. പിങ്കി പിങ്കി പോങ്കി ഫാദർ ഹാഡ് എ ഡോങ്കി ഫാദർ ഡൈഡ് ഡോങ്കി. ഇല്ലെനിക്കില്ലേ? ഇല്ലില്ല, അതാണോ ഇതാണോ? Okay, എല്ലാരും തിരിഞ്ഞോ എല്ലാരും തിരിഞ്ഞോണേ. അതെ, നിങ്ങൾ ഒരാളെ വന്ന് നോബി ചേട്ടൻ ഇപ്പൊ പ്രൊപ്പോസ് ചെയ്യൂ കേട്ടോ. റെഡി ആണോ? അല്ലല്ലല്ല, ഇവിടെ നോക്കിയോ? നോക്കൂ നീ. ആണോ? വേണ്ടേ? അങ്ങ് ചെല്ല്. അഖിലേട്ടന് വൺ ഡിമാൻഡ് തന്നെ കേട്ടോ. എനിക്ക് പണ്ട് മുതലേ എനിക്ക് നിന്റെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. പ്രേമമാണേ. അതെ, അല്ല ഞാൻ പറഞ്ഞ പണ്ട് പോലെ 2300 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിൽ നീ ഒറ്റയ്ക്കല്ലേ ഉള്ളു. മീൻ കറി വെക്കണം, തുണി കഴുകണം, അടുക്കളയെ കയറണം. ഇത് മാത്രമേ നീ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ. അതുകൊണ്ട് ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ആ വീടിന്റെ അത് മാത്രം നീ പറഞ്ഞിട്ടില്ല. മിറ്റ തൂത്തതിന് ശേഷം പണ്ടത്തെ ബ്രേക്ക് ഡാൻസിനെ പോലെ ഷെയറിംഗ്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രൊപ്പോസൽ കിട്ടിയിരിക്കുന്ന അഖിലിന് കേട്ടോ. സത്യം അതറിയോ, ഇതിട്ട് മുറ്റം തൂത്തിട്ട് വേർക്കുമ്പോ ഞാൻ ഇതിട്ട് കുളിക്കും. കുളിക്ക് കയ്യും കഴുകും. പ്രേക്ഷകരെ, നമ്മളെല്ലാരും കാത്തിരുന്ന നമ്മുടെ പുതുമണ വാട്ടി തിരിച്ചെടുത്തിട്ട് എല്ലാരും ഓക്കെ. സെയിം പേഴ്സൺ തന്നെയാന്ന് വിചാരിക്കേണ്ടത്. നമുക്ക് സസ്പെൻസ് വെക്കാം. തിരിഞ്ഞോ, ഇത് സസ്പെൻസ് ആണ്. നമ്മളെപ്പോഴും സസ്പെൻസ്. വരുന്നുണ്ട്. Guys, നിങ്ങൾ നോക്കൂ, ആ പെൺകുട്ടി നടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഫീലിങ്സ് തോന്നുന്നില്ലേ? ചേച്ചെന്നും പറഞ്ഞാണ് എന്നെ കൊണ്ടുപോകുന്നത്. അല്ല, നോബി ചേട്ടൻ തന്നെയാ പറഞ്ഞതും കൊടുക്കുന്നതും നോബി ചേട്ടൻ തന്നെയാ അല്ലേ? ചേട്ടാ, കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് എനിക്ക് ചേട്ടനെ അടുത്തറിയാം. എന്നിട്ടും അതെ, അടുത്തറിയാം. അടുത്തറിയാമെങ്കിലും നീ ഈ ഇടയ്ക്കല്ലേ എന്നെ കണ്ടത്. ശരിയാണ്. എന്റെ ചേട്ടൻ, എത്ര പേരെ എന്റെ propose നോബി ചെയ്യണം? ചേട്ടൻ അങ്ങനെ റൂമിൽ ചെന്നിട്ട് With lots of love, വിയാനീത്തി തരുവാണ്. ദിസ് ഇസ് നോട്ട് എ പ്രപ്പോസൽ, എന്റെ സ്നേഹമാണ്. നല്ല അതെ, എന്റെ സ്നേഹമാണ് ഇത്. എന്റെ സ്വന്തം കൈകൊണ്ട് എനിക്ക് തരുന്നതിൽ സന്തോഷമുണ്ട്. ഇത് പറ്റുമെങ്കിൽ എനിക്ക് ചേട്ടന് വേണ്ടി ഇതൊരു പ്രിപ്പയർ ചെയ്ത് തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കത്തില്ല. It's okay. ഞാൻ കുറച്ച് മുളകും കുറച്ച് ഉപ്പും ഒക്കെ തന്നുകൂടി ഇതിന്റെ കൂടെ ഇന്ന് രാത്രി ഇതും കൂടി വെച്ചിട്ട് വേണം. ഉണക്കമീൻ. You remember once you and Ullas ചേട്ടൻ US? അല്ല, കണ്ണൻകുഴിയാളാ. കേട്ടോടാ, ഇവിടെ ഒറ്റൊരു സന്ദേശം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എല്ലാരും തമ്മിൽ സ്നേഹിക്കുക, സ്നേഹം വാരിക്കോരി കൊടുക്കുക. ഈ മീൻ ശരിക്കും അവിടെ അല്ല വേണ്ടത്. ഇവിടെ ആ മീൻ, ഡയാനയ്ക്കുള്ള ആ മീൻ. അല്ലല്ല, അമീൻ അടുത്തില്ലാത്തോണ്ട് ഇപ്പൊ ഉണക്കമീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഒരു കോമഡിയും കൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, അടുത്ത ദിവസം കാണാം. ബൈ ഫ്രം കോമഡി മാസ്റ്റർ.